ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ പാഠഭാഗങ്ങൾ എല്ലാവരും കണ്ടല്ലോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇന്ന് നമ്മൾ ആ പാഠഭാഗങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. എന്നാൽ ആദ്യം ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നാൽ തുടങ്ങാം. ക്വസ്റ്റ്യൻ ആൻസർ സീരീസ് പാർട്ട് 3യിൽ നമ്മൾ ഹൈ ഓർഡർ തിങ്കിങ് സ്കിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. അടുത്തത് നമുക്ക് ഹൈ ഓർഡർ തിങ്കിങ് സ്കിൽ ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ കനോട്ട് എ സിംഗിൾ പ്രോപ്പർട്ടി ഡിഫൈൻ ലൈഫ്? ഒരു സിംഗിൾ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം ഉപയോഗിച്ച് ലൈഫിനെ ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. കാരണം ചില പ്രോപ്പർട്ടീസ് ലീവിങ്ങും നോൺ ലീവിങ്ങും ആയ തിങ്സിൽ കാണപ്പെടുന്നു. അതേസമയം ചില ലീവിങ് ഓർഗാനിസംസ് ചില ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കാതെയും ഇരിക്കും. എക്സാമ്പിൾസ്: മൗണ്ടൻസ്, ക്രിസ്റ്റൽസ് പോലുള്ള നോൺ ലീവിങ് തിങ്സിലും ഗ്രോത്ത് കാണപ്പെടുന്നു. മ്യൂൾസ്, വർക്കർ ബീസ് പോലുള്ള ചില ലീവിങ് ഓർഗാനിസംസ് റീപ്രൊഡക്ഷൻ നടത്താറില്ല. അതിനാൽ മെറ്റബോളിസം, കോൺഷ്യസ്നസ്, ഗ്രോത്ത്, സെല്ലുലർ ഓർഗനൈസേഷൻ, റെസ്പോൺസ് ടു സ്റ്റിമുലൈ തുടങ്ങിയ നിരവധി ക്യാരക്ടറിസ്റ്റിക്സ് ചേർന്നാണ് ലൈഫിനെ തിരിച്ചറിയുന്നത്. എക്സ്പ്ലെയിൻ വൈ വൈറസസ് ഓക്യുപ്പൈ എ യുണീക്ക് പൊസിഷൻ ബിറ്റ്വീൻ ലീവിങ് ആൻഡ് നോൺ ലീവിങ്. വൈറസസ് ലീവിങ്ങും നോൺ ലീവിങ്ങും ആയ ക്യാരക്ടറിസ്റ്റിക്സ് രണ്ടും കാണിക്കുന്നതിനാൽ അവയ്ക്ക് ഒരു യുണീക്ക് പൊസിഷൻ ഉണ്ട്. ലീവിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഹോസ്റ്റ് സെല്ലിൽ ഉള്ളിൽ റീപ്രൊഡക്ഷൻ നടത്തുന്നു. ജനറ്റിക് മെറ്റീരിയൽ DNA ഓർ RNA അടങ്ങിയിരിക്കുന്നു. മ്യൂട്ടേഷനും ഇവല്യൂഷനും കാണിക്കുന്നു. നോൺ ലീവിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഹോസ്റ്റിനു പുറത്ത് ഇനാക്റ്റീവ് ആയിരിക്കും. ഇൻഡിപെൻഡൻറ്റ് മെറ്റബോളിസം നടത്തില്ല. നോൺ ലീവിങ് സബ്സ്റ്റൻസിനെ പോലെ ക്രിസ്റ്റലൈസ്ഡ് ആകാൻ കഴിയും. അതിനാൽ വൈറസസ് ലീവിങ്ങും നോൺ ലീവിങ് ഓർഗാനിസംസും തമ്മിലുള്ള കണക്റ്റിംഗ് ലിങ്ക്സ് ആയി കാണപ്പെടുന്നു. ഇഫ് മെറ്റബോളിസം ഒക്കേഴ്സ് ഔട്ട്സൈഡ് ദ ബോഡി ഇൻ എ ടെസ്റ്റ് ട്യൂബ്, വൈ ഈസ് ഇറ്റ് സ്റ്റിൽ കൺസിഡേർഡ് എ ലീവിങ് റിയാക്ഷൻ? ടെസ്റ്റ് ട്യൂബിൽ നടക്കുന്ന മെറ്റബോളിക് റിയാക്ഷൻസ് പോലും ലീവിങ് റിയാക്ഷൻസ് ആയി കണക്കാക്കപ്പെടുന്നു. കാരണം അതിൽ ഉപയോഗിക്കുന്ന എൻസൈംസും കെമിക്കൽസും ലീവിങ് സെൽസിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇവ സാധാരണ ലീവിങ് ഓർഗാനിസത്തിനുള്ളിൽ നടക്കുന്ന കൺട്രോൾഡ് ബയോകെമിക്കൽ പ്രോസസ് ആണ്. ബോഡിക്ക് പുറത്തായി ഇൻ വിട്രോ കാണിച്ചാലും അവയുടെ ഒറിജിൻ ലീവിങ് സിസ്റ്റംസ് തന്നെയാണ്. അതിനാൽ മെറ്റബോളിസം ലൈഫിന് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആയി തന്നെ കണക്കാക്കപ്പെടുന്നു. വൈ ഈസ് കോൺഷ്യസ്നസ് കൺസിഡേർഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് ലീവിങ് ഓർഗാനിസം? കോൺഷ്യസ്നസ് ലീവിങ് ഓർഗാനിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയായി കണക്കാക്കപ്പെടുന്നു. കാരണം എല്ലാ ലീവിങ് ഓർഗാനിസംസും എൻവയോൺമെൻ്റൽ ചേഞ്ചിനെ സെൻസ് ചെയ്യാനും അതിന് റെസ്പോൺസ് നൽകാനും കഴിയുന്നവയാണ്. എക്സാമ്പിൾസ്: ഹ്യൂമൻസ് ചൂട് അല്ലെങ്കിൽ വേദനയ്ക്ക് പ്രതികരിക്കുന്നു. പ്ലാന്റ്സ് ലൈറ്റിലേക്ക് വളയുന്നു. ആനിമൽസ് ഡേഞ്ചറിന് പ്രതികരിക്കുന്നു. ഈ എബിലിറ്റി ഓർഗാനിസംസിന് സർവേ ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനും ലൈഫ് പ്രോസസ് നിലനിർത്താനും സഹായിക്കുന്നു. നോൺ ലീവിങ് തിങ്സ് ഇത്തരത്തിലുള്ള അവെയർനെസ് അല്ലെങ്കിൽ റെസ്പോൺസ് കാണിക്കുന്നില്ല. Therefore, consciousness is regarded as a defining property of life. How does growth in living organisms differ from growth in non-living things? Growth in living organisms occurs internally due to cell division, controlled biologically, permanent life process. Growth in non-living things occurs externally due to accumulation of materials, no biological control, mere increase in size. ലിവിങ് ഓർഗാനിസംസിൽ ഗ്രോത്ത് സെൽ ഡിവിഷൻ വഴി നടക്കുന്നു. എന്നാൽ നോൺ ലിവിങ് തിങ്സിൽ ഗ്രോത്ത് എക്സ്റ്റേണൽ അക്യുമുലേഷൻ മൂലമാണ് സംഭവിക്കുന്നത്. എക്സാമ്പിൾസ്: ഹ്യൂമൻ ഗ്രോത്ത് occurs through cell division. A mountain grows by deposition of sediments. Why is metabolism called the hallmark of life? മെറ്റബോളിസം എന്നത് ലീവിങ് ഓർഗാനിസംസിനുള്ളിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷൻസും ഉൾക്കൊള്ളുന്നതാണ്. ഉദാഹരണം: റെസ്പിറേഷൻ, ഡൈജഷൻ. ഈ റിയാക്ഷൻ എനർജി നൽകുന്നു, ബോഡി ഫങ്ഷൻ നിലനിർത്തുന്നു, ഗ്രോത്തും റിപ്പയറും സഹായിക്കുന്നു. എല്ലാ ലീവിങ് ഓർഗാനിസംസും മെറ്റബോളിസം തുടർച്ചയായി നടത്തുന്നതിനാൽ മെറ്റബോളിസത്തിനെ ഹോൾമാർക്ക് ഓഫ് ലൈഫ് എന്ന് വിളിക്കുന്നു. All living organisms are aware, but all aware things are not living. Explain. ലിവിങ് ഓർഗാനിസംസ് സ്റ്റിമുലൈനെ സെൻസ് ചെയ്യുകയും റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്ന അവെയർനെസ് കാണിക്കുന്നു. എന്നാൽ ചില മെഷീൻസ് അല്ലെങ്കിൽ ഡിവൈസ് പോലും റെസ്പോൺസീവ് ആയി തോന്നാം.
ഓട്ടോമാറ്റിക് ഡോഴ്സ് ആളുകൾ അടുത്തു വരുമ്പോൾ തുറക്കുന്നു. റോബോട്ട്സ് കമാൻഡിന് പ്രതികരിക്കുന്നു. എന്നാൽ ഇവയുടെ റെസ്പോൺസ് മെക്കാനിക്കൽ ആണ്, ബയോളജിക്കൽ അല്ല. ഇവയ്ക്ക് മെറ്റബോളിസം അല്ലെങ്കിൽ ട്രൂ കോൺഷ്യസ്നസ് ഇല്ല. കൺക്ലൂഷൻ: അതിനാൽ അവെയർനെസ് മാത്രം ലൈഫിനെ ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. വൈ ആർ മ്യൂൾസ് കൺസിഡേർഡ് ലിവിങ് ഈവൻ ദോ ദേ കനോട്ട് റീപ്രൊഡ്യൂസ്? മ്യൂൾസ് ലിവിങ് ഓർഗാനിസംസ് ആണ്, കാരണം അവ ലൈഫിൻ്റെ മറ്റു പ്രധാന ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം കാണിക്കുന്നു. ഇവ കാണിക്കുന്ന ഫീച്ചേഴ്സ്: ഗ്രോത്ത്, മെറ്റബോളിസം, റെസ്പിറേഷൻ, റെസ്പോൺസ് ടു സ്റ്റിമുലൈ, കോൺഷ്യസ്നസ്. മ്യൂൾസ് സ്റ്റെറൈൽ ആണ്, അതിനാൽ റീപ്രൊഡക്ഷൻ നടത്താൻ കഴിയില്ല. കൺക്ലൂഷൻ: റീപ്രൊഡക്ഷൻ എല്ലാ ഇൻഡിവിജ്വൽ ലിവിങ് ഓർഗാനിസംസും അനിവാര്യമായ ഫീച്ചേഴ്സ് അല്ല, അതിനാൽ മ്യൂൾസ് ലിവിങ് ഓർഗാനിസം ആയി തന്നെ കണക്കാക്കപ്പെടുന്നു. വൈ ഈസ് സെല്ലുലാർ ഓർഗനൈസേഷൻ ഇമ്പോർട്ടൻറ്റ് ഫോർ ലൈഫ്? സെൽസ് ലൈഫിൻ്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ആണ്. സെല്ലുലാർ ഓർഗനൈസേഷൻ പ്രധാനമാണ് കാരണം എല്ലാ ലൈഫ് പ്രോസസ്സും സെൽസിനുള്ളിൽ നടക്കുന്നു. സെൽസ് മെറ്റബോളിസം, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ എന്നിവ നിർവഹിക്കുന്നു. മൾട്ടി സെല്ലുലാർ ഓർഗാനിസം കോർഡിനേറ്റഡ് സെല്ലുലാർ ആക്ടിവിറ്റി വഴി പ്രവർത്തിക്കുന്നു. കൺക്ലൂഷൻ: സെൽസ് ഇല്ലാതെ ലൈഫ് നിലനിൽക്കാൻ കഴിയില്ല. എക്സ്പ്ലെയിൻ ദ ഡെഫിനിഷൻ ഓഫ് ലിവിങ് ഓർഗാനിസംസ്. ലിവിങ് ഓർഗാനിസംസ് എന്നത് ഇങ്ങനെ നിർവചിക്കാം: ലിവിങ് ഓർഗാനിസംസ് ആർ സെൽഫ് റെപ്ലിക്കേറ്റിംഗ്, ഇവോൾവിംഗ്, സെൽഫ് റെഗുലേറ്റിംഗ് ഇൻ്ററാക്റ്റീവ് സിസ്റ്റംസ് കേപ്പബിൾ ഓഫ് റെസ്പോണ്ടിംഗ് ടു എക്സ്റ്റേണൽ സ്റ്റിമുലൈ. എക്സ്പ്ലനേഷൻ: സെൽഫ് റെപ്ലിക്കേറ്റിംഗ് റീപ്രൊഡക്ഷൻ നടത്താൻ കഴിവുള്ളത്. ഇവോൾവിംഗ് തലമുറകളുടെ ഗ്രാജ്വൽ ചേഞ്ച് സംഭവിക്കുന്നത്. സെൽഫ് റെഗുലേറ്റിംഗ് ഇൻറ്റേർണൽ ബാലൻസ് നിലനിർത്തുന്നത്. ഇൻ്ററാക്റ്റീവ് സിസ്റ്റം സറൗണ്ടിങ്സിനോട് ഇൻ്ററാക്ഷൻ നടത്തുന്നത്. റെസ്പോണ്ടിംഗ് ടു സ്റ്റിമുലൈ എൻവയോൺമെൻ്റൽ ചേഞ്ചസിന് റെസ്പോൺസ് നൽകുന്നത്. കൺക്ലൂഷൻ: ഈ ഡെഫിനിഷൻ ലൈഫിൻ്റെ പ്രധാന ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ചേർത്ത് ലിവിങ് ഓർഗാനിസത്തിനെ വ്യക്തമാക്കുന്നു. എക്സാം റൈറ്റിംഗ് ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഡെഫിനിഷനിൽ സ്റ്റാർട്ട് ചെയ്യുക. ഹെഡിങ്സും പോയിൻറ്സും ഉപയോഗിക്കുക. എക്സാമ്പിൾസ് ഉപയോഗിക്കാൻ പറ്റുന്നിടത്തൊക്കെ ഉപയോഗിക്കുക. കീവേഡ്സ് അണ്ടർലൈൻ ചെയ്യുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത ക്ലാസ്സിനായി കാത്തിരിക്കൂ.